ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? കാനഡ അങ്ങനെ മഞ്ഞിൻ്റെ പുതപ്പൊക്കെ വിരിച്ചിരിക്കുന്ന കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഏകദേശം ഒരു -18 ഡിഗ്രി അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ നേരെ കാണുന്ന മലയ്ക്കപ്പുറത്തുള്ള ഒരു ട്രക്ക് യാർഡാണ്. ERB എന്ന് പറഞ്ഞ ട്രക്കിൻ്റെ കമ്പനിയുടെ യാർഡാണ്. ഹൈവേ കൂടി എപ്പോഴും പോകണതാണ്. ഇതിൻ്റെ ട്രക്കിൻ്റെ യാർഡ് ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം -18 ഡിഗ്രി. ഞാൻ രാവിലെ വെളുപ്പിന് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി, കമ്പനിയിലെത്തി, വണ്ടിയൊക്കെ ചൂടാക്കി. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഫോർഡിൻ്റെ F550 ചേസിൽ ബിൽഡ് ചെയ്ത ഒരു 28 സീറ്ററിൻ്റെ ഒരു ബസ്സിലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരെ പോയിട്ട് ഒരു സിഗ്നലുണ്ട്, ആ സിഗ്നലിൽ അവിടേക്കുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണ് ഈ കാണുന്നത്. പുറകോട്ടേക്ക് നല്ല ദൂരത്തോട്ട് പുറകോട്ടേക്ക് ട്രാഫിക് ആയിട്ടുണ്ട്. നമ്മൾ നേരെ അവിടെ പോകുന്നത്, എനിക്ക് എൻ്റെ പിക്കപ്പ് ഇവിടെ നിന്നൊരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഡ്രൈവ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടുത്തെ ഒരു ബസ് ടെർമിനലിൽ നിന്ന് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ദിവസം കുഴപ്പമില്ല. ഒരു വെറൈറ്റി കളറുള്ള മിനി കൂപ്പറല്ലേ വണ്ടി, നല്ല രസമുണ്ട് ഈ കളറാണ്. ട്രാഫിക്ക് ഇനി എന്തോരം ദൂരം ഉണ്ടാവോ? ദൈവമേ, ഈ വഴി എടുക്കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ഫുഡൊന്നും ഇപ്പം രാവിലെ ഇപ്പോൾ സമയത്ത് 9 മണിയായി, ഒന്നും കഴിക്കാത്തതിൻ്റെ ഒരു വിശപ്പുണ്ട്. വീട്ടിൽ നിന്നൊന്നും ചായ ഒന്നും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇച്ചിരി വൈകിപ്പോയി, തണുപ്പൊക്കെ അല്ലേ, ഉറങ്ങിപ്പോയി. നമ്മളങ്ങനെ സിഗ്നൽസും ട്രാഫിക്കൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കൗണ്ടി ഓഫ് പെർത്തിലോട്ട് കയറി. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കാരണം സൈൻ ബോർഡ് ഉണ്ടോ, സ്ട്രാറ്റ്ഫോർഡ് 20 കിലോമീറ്റർ. നല്ലൊരു ഓൾഡ് ടൗൺ ആണ്. അധികം തിരക്കില്ല, ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള പ്ലേസാണ്. കാരണം അവിടെ കുറേ സിനിമ തിയേറ്റർ അല്ല, വേറെ തിയേറ്റർ ഉണ്ട്. ഈ നാടകം പ്ലേസ് ഒക്കെ നടത്തുന്ന ഷേക്സ്പീരിയൻ അങ്ങനെ പല തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ഇഷ്ടംപോലെ തിയേറ്റേഴ്സ് ഉണ്ട്. ആ തിയേറ്റേഴ്സ് ഇപ്പോൾ ഷോ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയണ പോലെ അവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വരും. അപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ തന്നെ പറയാം. അന്നേരമൊക്കെ ഇവിടെ നിറച്ച ആളായിരിക്കും. ഈ റോഡൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. മഞ്ഞടിച്ച പോയി നോക്കി, അയാളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടേ. അപ്പോൾ അതിൻ്റെ കുഴൽ വഴി മഞ്ഞങ്ങടെ അപ്പുറത്തേക്ക് തള്ളിക്കളയും. ഇത് രാത്രി വഴി പോകാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. കാര്യം ഈ റോഡ് ക്ലീനിങ് ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡിലോട്ട് മഞ്ഞും കയറും. രാത്രി ആകുമ്പോഴേക്കും വിസിബിലിറ്റി ഒട്ടും ഉണ്ടാവില്ല. പകലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളൊരു ടൗണിലെത്തി. അവിടെ ചെറിയ ടൗണാണ്, ഷേക്സ്പിയറിന് അതിൻ്റെ പേര്. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ കഴിഞ്ഞു, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലൊരു ബോർഡിൽ എഴുതി വെച്ചാണ്, ഇഫ് യു ആർ പ്രേയിങ് ഫോർ സ്നോ പ്ലീസ് സ്റ്റോപ്പ്. കാര്യം ഈ ഭാഗത്ത് ഭയങ്കര മഞ്ഞ എപ്പോഴും. ഷേക്സ്പിയർ എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് സ്ട്രാറ്റ്ഫോർഡ് വരെ അപ്പുറത്തെ ഇപ്പുറത്തുള്ള ടൗണുകളിലൊന്നും മഞ്ഞ ഉണ്ടാവില്ലേ, പക്ഷേ ഇവിടെ നിറച്ച് മഞ്ഞായിരിക്കും. ഇത് കണ്ടാൽ അറിയാലോ, നല്ല രസമുണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. എല്ലാ ദിവസവും മഞ്ഞ് കോരി നല്ലൊരു വഴിക്കാവും ആൾക്ക്. ആ വീട്ടുകാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നേരത്തെ വന്നിട്ട് ഈ കടയിലൊന്നും കയറണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള കടയായിരുന്നു. എന്നാ നേരത്തെ വരെ അത് വേറെ കാര്യം. നമുക്ക് ഷെഡ്യൂൾ പ്രകാരമല്ലേ ഓടാൻ പറ്റുള്ളൂ. ഇതൊരു ബസ് സർവീസ് ആയി പോയില്ലേ, അല്ലെങ്കിൽ പിന്നെ കാർ എടുത്തിട്ട് തന്നെ ഒരു അവധിയുള്ള ദിവസം നോക്കാം. നമ്മൾ ഈ 2 വളവ് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തോട്ട് എത്തും, നമ്മുടെ ടൗൺ. നമ്മളിങ്ങനെ അരമണിക്കൂർ മുമ്പേ നമ്മുടെ സ്പോട്ടിലെത്തി. ഇതല്ല നമ്മുടെ പിക്കപ്പ് ഇനി ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ കിലോമീറ്റർ കൊണ്ട് ബാക്കിയുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷ്റൂം ഉണ്ട്, വണ്ടിക്കകത്ത് വാഷ്റൂം ഇല്ലേ. ഇത് ചെറിയ ബസ് ആയതുകൊണ്ട് അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി എൻ്റെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിക്കപ്പ് സ്പോട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സ്ട്രാറ്റ്ഫോർഡിലോട്ട് എത്തി. ചെറിയ ടൗണാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഈ വർക്ക് തുടങ്ങണേക്കാട്ടും മുമ്പ് ഈ സ്ട്രാറ്റ്ഫോർഡിൽ ആദ്യം വന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് സമ്മറായിരുന്നു, നല്ല ഭംഗിയുള്ളത്, നല്ല വൈബ്, ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വീട്ടിനൊക്കെ വിലക്കുറവായിരിക്കും. പക്ഷേ വീട്ടിന് നല്ല വിലയുണ്ട്. എന്ന് വെച്ചാൽ വീട്ടിന് പണിയും കാശില്ല, നമ്മളില്ല വേറെ കാര്യം. ഇതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, സെയിൻറ്റ് മേരീസ്. അങ്ങോട്ടേക്ക് നമുക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. സമ്മറിലായിരുന്നു. ഇപ്പം വിൻ്റർ ആയപ്പോൾ നമ്മൾ ചവിട്ടി. ഇപ്പം അങ്ങോട്ടേക്ക് സസ്പെൻഡ് ചെയ്ത് വെച്ചാണ്. ഇനി അടുത്ത സമ്മറാകുമ്പോൾ പിന്നെ തുടങ്ങും. സെയിൻറ്റ് മേരീസിലോട്ടൊക്കെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഭംഗിയാണ് അങ്ങോട്ടൊക്കെ കാണാനായിട്ട്. നമുക്ക് അടുത്ത സമ്മറിൽ അല്ലെങ്കിൽ വരുന്ന സമ്മറിൽ നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യും. മഞ്ഞ് ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ പറ്റണമെന്നറിയില്ല. എവിടെയൊക്കെ ഉണ്ട്?
വായന്നൊക്കെ പോകാൻ ഇത് ആൾക്കാർ ഈ മാളിൻ്റെ മേൽനോട്ടക്കാരുണ്ട്. അവർ ബക്കറ്റിൽ ഐസൊക്കെ കൊണ്ടുവന്ന് വിതറുന്നുണ്ട് കേട്ടോ. ഇതാ വണ്ടി അവന്മാരാണ്. ഇതാണ്ട് ആ ബക്കറ്റ് ഉണ്ടോ അവൻ്റെ കയ്യിൽ. ഈ മാൾ ഇതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ എല്ലാം ഉണ്ട്. മെഗ്ഡിയും ബിയർ സ്റ്റോറും മറ്റേ ഗ്രോസറി സ്റ്റോറും എല്ലാം ഉള്ള ഒരു ചെറിയ ടൗൺ. ഇവിടുത്തെ ആൾക്കാർ കുഴപ്പമില്ല. ഒരാളിപ്പോൾ എന്നെ നോക്കി പേടിപ്പിച്ചൊക്കെ പോയി. എന്താണോ ഞാൻ മാന്യമായിട്ട് ഓടിച്ചത്. ഇതിലാവട്ടെ. അപ്പോൾ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഞാൻ കൊണ്ടുവന്നത് ഈ വേഫിൾ. ഇത് ശരിക്കുള്ള വേഫിളല്ല. ഇതിൻ്റെ ഉള്ളിലത്തെ മാവ് എന്ന് പറയണത് നമ്മുടെ നാടൻ സെറ്റപ്പാണ്. ഇതിൻ്റെ മണം തനിയൊരു പരിപ്പുടയുടെ മണം കേട്ടോ. കുറേ പരിപ്പൊക്കെ മാവ് എന്തൊക്കെ വെച്ചിട്ട് കുഴച്ചുണ്ടാക്കിയ വൈഫ് ഉണ്ടാക്കിയാണ്. തേങ്ങാ ചമ്മന്തി. ഇത് രണ്ടുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്കലത്തേക്ക് ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 സോസേജും പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉച്ചക്കലത്തേക്ക് കഴിക്കാം. ഇനിയിപ്പോൾ നേരെ കഴിക്കട്ടെ. ഇതാ കാണുന്ന ഞാൻ പറഞ്ഞ കോഫി ഷോപ്പ്. അവിടെ വാഷ്റൂമുണ്ട്. 3 കൊല്ലം നാട്ടിൽ പോയിട്ട് കൊച്ചൊക്കെ ജനിച്ചാലേ അപ്പം അപ്പനൊക്കെ ഒന്ന് കൊച്ചിനെ കാണിച്ചു കൊടുക്കണം. നാടൊക്കെ ഒന്ന് കാണണം. വീട്ടിൽ കിടന്ന് ഉറങ്ങണം. അപ്പം അതിന് വേണ്ടി അമ്മേ നല്ല മുളകുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പള്ളി പെരുന്നാളൊക്കെ വരുന്നുണ്ട്. എല്ലാം ഒന്ന് ആഘോഷിക്കണം. ഇപ്രാവശ്യത്തെ വെക്കേഷൻ അടിച്ച് പൊളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടാ. ചെറിയ വീഡിയോ ആണ് എനിക്കറിയാം. 10 മിനിറ്റ് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. 3/4 കിലോമീറ്റർ അല്ല കേട്ടോ. കുറച്ച് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ട് പോകണ വഴിക്ക്. കാര്യം അവിടെ നേരത്തെ തിരഞ്ഞ അതൊരു ബസ് ടെർമിനലാണ്. അപ്പോൾ ആ സ്റ്റോപ്പിൽ കൊണ്ടിട്ട് അരമണിക്കൂർ നിർത്തിയിട്ട് എനിക്ക് പറ്റില്ല. അപ്പം 10 മിനിറ്റ് പോകുമ്പോൾ അവിടുത്തെ കാര്യമുള്ളൂ. എൻ്റെ പിന്നെ പോട്ടെന്നാ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.